കണ്ണൂർ ജില്ല CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ട, ചെങ്കോട്ട. 11 മണ്ഡലങ്ങളാണ് കണ്ണൂരുള്ളത്. ആ 11 മണ്ഡലങ്ങളെയും കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. വലിയ മത്സരങ്ങൾ, ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന 3 മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനു മുമ്പ് എല്ലാ മണ്ഡലത്തെയും സാധ്യതകൾ നമുക്ക് പറയാൻ കഴിയും. പയ്യന്നൂർ, അവിടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സിറ്റിംഗ് MLA TA മധുസൂദനൻ്റെ വിജയത്തെ ബാധിക്കില്ല. അദ്ദേഹം അവിടെ ജയിച്ചു കയറും. കല്യാശ്ശേരിയിൽ M വിജിൻ ജയിച്ചു കയറും. തളിപ്പറമ്പ് കുടുംബവാഴ്ച സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ, ആ വിഷയമൊന്നും അവിടെ ബാധിക്കില്ല. PK ശ്യാമള അവിടെ ജയിച്ചു കയറും. ഇരിക്കൂറിൽ കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം സജീവ് ജോസഫ് അവിടെ ജയിച്ചു കയറും. തലശ്ശേരിയിൽ കാരായി രാജൻ, അഴീക്കോട് KV സുമേഷ്, ധർമ്മടത്ത് പിണറായി വിജയൻ, മട്ടന്നൂരിൽ VK സനോജ്, ഇവരെല്ലാം വിജയിച്ച് കയറുമെന്നുള്ളതിൽ വലിയ സംശയമില്ല. പക്ഷെ 3 മണ്ഡലങ്ങൾ, ഇത് കൂത്തുപറമ്പ്, പേരാവൂർ, കണ്ണൂർ, ഈ 3 മണ്ഡലങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കൂത്തുപറമ്പ് മണ്ഡലം രക്തസാക്ഷികളുടെയും ബലിദാനികളുടെയും മണ്ഡലം. 2011 ഇന്നത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള KP മോഹനൻ അവിടെ UDF-ന്റെ ഭാഗമായി, സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമായി അവിടെ മത്സരിക്കുന്നു. അന്ന് INL-ന്റെ സ്ഥാനാർത്ഥിയെ 3300 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അദ്ദേഹം മന്ത്രിസഭയിലെത്തുന്നു. കൃഷിമന്ത്രിയായിരുന്നു. 2016 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി JDU, അന്നും UDF-ന്റെ ഒപ്പം. 2016 പക്ഷേ KK ശൈലജ ടീച്ചറോട് 12000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുന്നു. 2021 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി LDF-ലെത്തുന്നു, മത്സരിക്കുന്നു, ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നു. ഏതാണ്ട് 9000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുന്നു. പ്രശസ്തനായിട്ടുള്ള സോഷ്യലിസ്റ്റ് നേതാവും മുൻ മന്ത്രിയായിരുന്ന PR കുറുപ്പിൻ്റെ മകനാണ് KP മോഹൻ. KP മോഹന് വലിയ വേരുകളുള്ള മണ്ഡലമാണ്. എന്നാൽ KP മോഹനൻ ഇത്തവണ കൂത്തുപറമ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. പകരം മത്സരിക്കുന്നതാകട്ടെ PR കുറുപ്പിൻ്റെ പേരമകനും, അതായത് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള KP മോഹൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുമായിട്ടുള്ള PK പ്രവീണാണ്. അദ്ദേഹം RJD-യുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. UDF-ന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി വന്ന ജയന്തി രാജന് KP മോഹനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം, കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തായിട്ടുള്ള കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് നേടിയ ആത്മവിശ്വാസം, ഇതിൻ്റെ ഒരു പിൻബലത്തിലാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി ജയന്തി രാജൻ അവിടെ എത്തുന്നത്. നമുക്കറിയാം, ആലത്തൂരിൽ രമ്യ ഹരിദാസ് PK ബിജുവിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതുപോലെ ഒരു അട്ടിമറി കൂത്തുപറമ്പ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ PK പ്രവീൺ ആ നാട്ടുകാരനാണ്, ആ മണ്ഡലത്തിലുള്ള ആളാണ്. പ്രശസ്ത സോഷ്യലിസ്റ്റ് മുൻ മന്ത്രിയായിട്ടുള്ള PR കുറുപ്പിൻ്റെ പൗത്രനാണ്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കാര്യം. എന്നാൽ നമ്മൾ പറയുന്നു 3 മണ്ഡലങ്ങൾ, മത്സരങ്ങൾ നടക്കുന്ന 3 മണ്ഡലത്തിൽ കൂത്തുപറമ്പുണ്ട്. അതുകൊണ്ട് അവിടെ ജയന്തി രാജന് സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ജയന്തി രാജൻ ജയിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത്. അവിടെ NDA കോട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ചത് BJP-യുടെ സദാനന്ദൻ മാസ്റ്ററാണ് മത്സരിച്ചത്. സദാനന്ദൻ മാസ്റ്റർ അവിടെ 20,000-ൽ കൂടുതൽ വോട്ടുകൾ പിടിച്ച മണ്ഡലമാണ്. ഇപ്പോൾ മത്സരിക്കുന്നത് അവിടുത്തെ പഴയകാല BJP-യുടെ നേതാവായിട്ടുള്ള ഗോപാലൻ പറമ്പത്തിൻ്റെ മകനാണ്, അഡ്വക്കേറ്റ് ഷിജിലാലെ. അദ്ദേഹം അവിടെ അത്യാവശ്യം വോട്ട് പിടിക്കും. എന്തായാലും ഒരു UDF തരംഗം ഉണ്ടാവുകയാണെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കൂത്തുപറമ്പ്. അത് വലിയ കൗതുകമുള്ളതായിരിക്കും. കാരണം ലീഗിൻ്റെ ആദ്യ ഇതര മതത്തിലുള്ള വനിതാ MLA ആയിരിക്കും ജയന്തി രാജൻ. അതോ PK പ്രവീൺ RJD-ക്ക് വേണ്ടി ആ മണ്ഡലം നിലനിർത്തുമോ എന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം. പേരാവൂർ മണ്ഡലം രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് പേരാവൂർ മണ്ഡലം. കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് KPCC പ്രസിഡന്റും സിറ്റിംഗ് MLA-യുമായ സണ്ണി ജോസഫ്. CPM-ന് വേണ്ടി LDF-ന് വേണ്ടി എത്തുന്നത് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ നേതാവ്, 2016-ലെ പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ. KK ശൈലജ ടീച്ചർ പേരാവൂരുകാർക്ക് അന്യല്ല. അവിടുത്തെ കാര്യമാണ്. 2006-ൽ ഈ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തിയ ആളാണ്. എന്നാൽ അന്ന് 2006-ൽ KK ശൈലജ ടീച്ചർ മത്സരിക്കുമ്പോൾ പേരാവൂർ മണ്ഡലത്തിൽ മട്ടന്നൂർ നഗരസഭയുണ്ടായിരുന്നു.
CPM-ന് ഏറ്റവും സ്വാധീനമുള്ള നഗരസഭ. ഇത് 2011-ലും 2016-ലും 2021-ലും സണ്ണി ജോസഫ് അവിടെ വിജയിച്ചു കയറി എന്നുള്ളതാണ്. 2021-ൽ സണ്ണി ജോസഫ് മത്സരിച്ച് ജയിച്ചത് CPM-ന്റെ സക്കീർ ഹുസൈനെതിരാണ്. സക്കീർ ഹുസൈനെതിരെ കേവലം 3000 വോട്ടുകൾക്കാണ് സണ്ണി ജോസഫ് മത്സരിച്ച് ജയിച്ചത്. 2021-ൽ സണ്ണി ജോസഫ് കേവലം 3000 വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചതെങ്കിലും അന്ന് 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5 പഞ്ചായത്തുകളിൽ കേവലം 2 പഞ്ചായത്തുകൾ മാത്രമായിരുന്നു UDF-നൊപ്പം നിന്നതെങ്കിൽ ഇത്തവണ 8 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നുണ്ട്? UDF-നൊപ്പം നിൽക്കുന്നുണ്ട്. മാത്രമല്ല വലിയ ആത്മവിശ്വാസത്തിലാണ് സണ്ണി. കാരണം ജയിച്ചു കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് മന്ത്രിസ്ഥാനം ലഭിക്കും. വലിയ ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് മലയോര മേഖലകളുള്ള ഒരു സ്ഥലമാണ് പേരാവൂർ. അവിടുത്തെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, വന്യജീവി ആക്രമണം, തലശ്ശേരി അതിരൂപതയ്ക്ക് സ്വാധീനമുള്ള സ്ഥലം, ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പ്രതിഫലിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പ്രതിഫലിക്കുമെന്നാണ് സണ്ണി ജോസഫ് വിജയിക്കുന്നത്. എന്നാൽ പൊതുവെ രക്തസാക്ഷി പരിവേഷം KK ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കാൻ വേണ്ടി ചാവേറാക്കിയിട്ടാണ് KK ശൈലജ ടീച്ചറെ പേരാവൂരിലേക്ക് പറഞ്ഞയച്ചത് എന്നല്ല ടീച്ചർ പറയുന്നത്. ടീച്ചർ പറയുന്നത് ജയിച്ചു കയറാൻ വേണ്ടി തന്നെയാണ് പേരാവൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയതെന്നുള്ളതാണ്. പക്ഷേ വടകരയിൽ മത്സരിക്കുമ്പോഴുള്ള താരപരിവേഷം പോലും അല്ലെങ്കിൽ അങ്ങനെയൊരു പൊളിറ്റിക്കൽ ഗ്രാഫ് ഇപ്പോൾ KK ശൈലജ ടീച്ചർക്കില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. KK ശൈലജ ടീച്ചർക്കുള്ളൊരു പ്രശ്നം അവിടെ ഈ പയ്യന്നൂരിലുള്ള പ്രശ്നം പയ്യന്നൂരിലെ വിജയത്തെ ബാധിക്കില്ല. തളിപ്പറമ്പുള്ള ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യയുടെ മത്സരിപ്പിച്ച വിഷയം അവിടെ ബാധിക്കാൻ പോകുന്നില്ല. പയ്യന്നൂരും തളിപ്പറമ്പുമുള്ള രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അതുപോലെ കുടുംബവാഴ്ച, ഈ വിഷയങ്ങളെല്ലാം റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് CPM-നെ തിരുത്തണം, CPM-നൊരു മെസ്സേജ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ വോട്ടുകൾ ഒരുപക്ഷെ പ്രതിഫലിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ കൂത്തുപറമ്പും കണ്ണൂരും പേരാവൂരുമായിരിക്കാം. വടകരയിൽ മത്സരിക്കാൻ പോയപ്പോഴുള്ള സ്ഥിതിയല്ല ഇത്. ശൈലജ ടീച്ചർക്ക് ആ പൊളിറ്റിക്കൽ ഗ്രാഫ് നിലനിർത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എതിർപ്പുകളുണ്ടായിരിക്കാം. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ കാൽക്കുലേഷൻ്റെ, ഞാൻ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അവിടെ സണ്ണി ജോസഫ് സക്കീർ ഹുസൈനെതിരെ 3000 വോട്ടുകൾക്കാണ് വിജയിച്ചെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ വോട്ടുകൾക്ക് KK ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തുമെന്നാണ്. അതിനുള്ള കാരണം ആ മണ്ഡലം ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് മലയോര പ്രദേശമാണ്. തലശ്ശേരി അതിരൂപതയ്ക്ക് അവിടെ സ്വാധീനമുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ സണ്ണി ജോസഫ് മന്ത്രിയാണെന്നുള്ള പ്രചരണമുണ്ട്. മാത്രമല്ല ജില്ലയിലെ CPM-ന്റെ അന്തഛിദ്രങ്ങൾ പ്രകടമാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ. കണ്ണൂർ മണ്ഡലം ഇക്കുറി UDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് കണ്ണൂർ. അവിടെ സിറ്റിംഗ് MLA ജനകീയനായ കടന്നപ്പള്ളി രാമേന്ദ്രൻ. 2011-ൽ അവിടെ അബ്ദുള്ളക്കുട്ടിയാണ് ജയിച്ചു വന്നത്. കടന്നപ്പള്ളിയെ പരാജയപ്പെടുത്തി അബ്ദുള്ളക്കുട്ടിയാണ് ജയിച്ചു വന്നത്. പിന്നീട് അബ്ദുള്ളക്കുട്ടി UDF വിട്ട് BJP പാളയത്തിലേക്ക് പോകുന്നു. 2016-ലും 2021-ലും കടന്നപ്പള്ളി രാമേന്ദ്രൻ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിലെ സതീശൻ പാച്ചേരി. 2016-ൽ കേവലം 1096 വോട്ടുകൾക്കും 2021-ൽ വെറും 1745 വോട്ടുകൾക്കുമാണ് കടന്നപ്പള്ളി സതീശനെ പരാജയപ്പെടുത്തിയത്. എന്നിരുന്നാലും മണ്ഡലത്തിലെമ്പാടും സുപരിചിതനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. നിസ്സാരക്കാരനല്ല കടന്നപ്പള്ളി രാമചന്ദ്രൻ. തൻ്റെ 26-ാമത്തെ വയസ്സിൽ 1971-ൽ സാക്ഷാൽ EK നായനാരെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ 82-ാം വയസ്സിലുള്ള പോരാട്ടമാണ് കണ്ണൂർ മണ്ഡലത്തിലേത്. അതുകൊണ്ട് അത്ര നിസ്സാരക്കാരനല്ല കടന്നപ്പള്ളി രാമചന്ദ്രൻ. അത് കടന്നപ്പള്ളി ഒരു ബ്രാൻഡാണ്. കടന്നപ്പള്ളിയെ ഏത് തിരക്കിനിടയിലും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള സവിശേഷത കടന്നപ്പള്ളി രാമചന്ദ്രനുണ്ട്. കൊച്ചുകുട്ടി മുതൽ വലിയ ആളുകൾ വരെയുള്ള, വലിയ പ്രായമുള്ള ആളുകളുള്ള അവരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ചിരിച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ. മാത്രമല്ല പാട്ടൊക്കെ പാടി ആളുകളെ രസിപ്പിക്കാൻ കഴിയുന്ന ഒരു സിറ്റിംഗ് MLA ആണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ.
പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായമാണ്, 82 വയസ്സായിരിക്കുന്നു. അതുകൊണ്ട് ഇത്രയധികം തെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ച കടന്നപ്പള്ളി ഇനി കുറച്ച് നാൾ വീട്ടിലിരുന്നോട്ടെ എന്ന് ആളുകൾ വിചാരിച്ചാലും തെറ്റു പറയാൻ കഴിയില്ല. ടി.ഒ. മോഹനൻ അവിടെ ശക്തമായി മത്സര രംഗത്തുണ്ട് എന്നുള്ളതാണ്. UDF അവിടെ പ്രതീക്ഷ നൽകുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ 41 വാർഡുകളാണ് കണ്ണൂർ മണ്ഡലത്തിൽ. അതിൽ 41 ഏതാണ്ട് 26ഓളം വാർഡുകൾ UDF സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല മുണ്ടേരി പഞ്ചായത്ത് LDFിൻ്റെ കയ്യിൽ നിന്ന് ഇത്തവണ UDF പിടിച്ചെടുക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. 2024 ലോക്സഭയിൽ കണ്ണൂരിൽ സുധാകരൻ മത്സരിച്ചപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ 26,000 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് ഇത്തവണ ജനകീയനായ കടന്നപ്പള്ളിയെ ടി.ഒ. മോഹനൻ പരാജയപ്പെടുത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ NDAക്ക് സ്ഥാനാർത്ഥിയുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ 48ാമത്തെ വാർഡാണെന്ന് തോന്നുന്നു. ആ ടെമ്പിൾ വാർഡിലെ അർച്ചനയാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. പക്ഷേ NDAക്ക് വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു മണ്ഡലമല്ല കണ്ണൂർ മണ്ഡലം.